ജന്തുജാലങ്ങൾക്കിടയിൽ സസ്യബുക്ക്, മാംസബുക്ക്, മിശ്രബുക്ക് അങ്ങനെയൊക്കെ ഉള്ളതായി നമുക്കറിയാം. മറ്റു ജീവികളെ ഭക്ഷണമാക്കുന്ന മാംസബുക്ക് എന്ന് പറയുമ്പോൾ സിംഹവും പുലിയും ചെന്നായും മാത്രമല്ല, ചെറിയ പ്രാണികളെ അകത്താക്കുന്ന കുഞ്ഞന്മാരും അതിൽപ്പെടും. അനങ്ങാതെ വളരെ നേരം ക്ഷമയോടെ ഇരുന്ന് ഇരകളെ വേട്ടയാടുന്ന നിരവധി ജീവികളുണ്ട്. പക്ഷേ ഇരകളെ കെണിവെച്ച് ആകർഷിച്ച് പിടിക്കാൻ കഴിവുള്ള ജീവികൾ കുറവാണ്. എന്നാൽ അക്കാര്യത്തിൽ വളരെയധികം വൈദഗ്ധ്യമുള്ള വേറൊരു കൂട്ടരുണ്ട്. പക്ഷെ ഇവർ ജന്തുലോകത്തുള്ളവരല്ല. വെൽക്കം ടു മോഷൻ ബുക്സ് ഈസ് ഇൻഫോ ടൈം. സർ ആർതർ കോനൻ ഡോയലാണ് വീനസ് ഫ്ലൈട്രാപ്പ് എന്ന ഇരിബിഡിയൻ സസ്യത്തിന്റെ 2 ലോബ്ഡ് ട്രാപ്പിനെ കുറിച്ചും അതുപയോഗിച്ച് ഈ സസ്യങ്ങൾ പ്രാണികളെ പിടിക്കുന്ന രീതികളെ കുറിച്ചും ഒക്കെ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ചെടി അതിനുശേഷം പ്രാണികളെ ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തന്നിരുന്നു. ഡാർവിന്റെ കാലഘട്ടം വരെ കൂടുതൽ ആളുകളും ജീവികളെ ആഹാരമാക്കുന്ന സസ്യങ്ങളെ കുറിച്ച് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അങ്ങനൊന്ന് പ്രകൃതിയുടെ നിയമങ്ങൾക്കെതിരെയാണല്ലോ. മാത്രമല്ല, ഒരു സാധാരണ ചിന്താഗതിയിൽ സഞ്ചരിക്കുന്ന ജീവികളാണ് ഇര പിടിക്കുന്നത്. അപ്പോൾ പിന്നെ ചലനശേഷി ഇല്ലാത്ത സസ്യങ്ങൾക്ക് ഇതെങ്ങനെ സാധിക്കും? ഇനി മറിച്ചൊന്ന് സംഭവിച്ചാൽ പോലും അത് അപകടകരമോ അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെൽഫ് ഡിഫൻസ് രീതിയിലോ ആയി കണക്കാക്കിയിരുന്നുള്ളൂ. ഏകദേശം 16 വർഷത്തോളം എടുത്താണ് ഡാർവിൻ അത് അങ്ങനെയല്ല എന്ന് തെളിയിച്ചെടുത്തത്. ചില സസ്യങ്ങളുടെ ഇലകൾ പോലുള്ള ഭാഗങ്ങൾ പ്രാണികൾ പോലുള്ള ജീവികളെ ട്രാപ്പ് ചെയ്യാവുന്ന വിധം രൂപമാറ്റം സംഭവിച്ചതാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന ജീവികളെ ദഹിപ്പിച്ച് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പല പോഷകങ്ങളും അവ നേടിയെടുക്കുന്നെന്നും അദ്ദേഹം കണ്ടെത്തി. 1875 ഡാർവിൻ പബ്ലിഷ് ചെയ്ത ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകൾ വിശദീകരിക്കുന്നുണ്ട്. 1880 ദി പവർ ഓഫ് മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ് എന്ന മറ്റൊരു പുസ്തകവും അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ഡാർവിന്റെ കണ്ടെത്തലുകൾ മുഖേന ബൊട്ടാണിസ്റ്റുകൾ, എക്കോളജിസ്റ്റുകൾ, എൻഡോമോളജിസ്റ്റുകൾ, ഫിസിയോളജിസ്റ്റുകൾ, അതുപോലെ മോളിക്കുലാർ ബയോളജിസ്റ്റുകൾ തുടങ്ങി ശാസ്ത്രലോകത്തെ ശാഖകളിലുള്ള നിരവധി ആളുകൾ ഇത്തരം സസ്യങ്ങളുടെ പല സാധ്യതകളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിക്കുന്നതിന് കാരണമായി. ദ്രാവകം നിറച്ച് ഇരയെ പിടിക്കുന്ന പിക്ചർ പ്ലാന്റും അതുപോലെ ഫ്ലൈ പേപ്പർ ലീവ്സ് ഉപയോഗിച്ച് ഇരയെ അകപ്പെടുത്തുന്ന സ്നാപ്പ് ട്രാപ്പുകളും അണ്ടർ വാട്ടർ സക്ഷൻ ട്രാപ്പുകൾ ഉപയോഗിക്കുന്ന സസ്യങ്ങളും അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് വിശദമായ പഠനങ്ങൾ തന്നെ ഉണ്ടായി. ഫോസിലിൽ നിന്നും ഇത്തരത്തിലുള്ള സസ്യങ്ങളെക്കുറിച്ച് ഒരറിവും ലഭിച്ചിട്ടില്ല. DNA സീക്വൻസിംഗ് ടെക്നോളജി വഴി ഇന്ന് റിസർച്ചേഴ്സ് ഇതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കാർണിവോറി എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ട ജീനുകൾ എവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അവരെ അതിനായി സഹായിക്കുന്നത്. കാർണിവോറസ് പ്ലാന്റ്സ് അഥവാ ഇരപിഡിയൻ സസ്യങ്ങൾ സാധാരണയായി വളരുന്നത് തീരെ ഫലഭൂയിഷ്ഠത കുറഞ്ഞ ചതുപ്പുകളിലോ വാട്ടർ ബോഡീസിലോ ആണ്. ഇത്തരം ചുറ്റുപാടുകളിൽ ഈ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ എസൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പോഷകങ്ങളുടെ കലവറായിട്ടുള്ള പ്രാണികളെയും ചെറിയ ഇൻവെർട്ടിബ്രേറ്റുകളെയും ഈ സസ്യങ്ങൾ ട്രാപ്പ് ചെയ്ത് ആഹാരമാക്കുന്നു. ഒരു വലിയ ഇൻസെക്റ്റിനെ അകപ്പെടുത്തിയാൽ തന്നെ ഒരു വീനസ് ഫ്ലൈ ട്രാപ്പിന് 3 ആഴ്ച വരെ ജീവിക്കാം. ഇന്ന് 800ഓളം കാർണിവോറസ് സ്പീഷീസുകളാണ് സസ്യലോകത്തുള്ളത്. പിക്ചർ പ്ലാന്റ്, സൺഡ്യൂ തുടങ്ങിയവയാണ് മറ്റുദാഹരണങ്ങൾ. ആൻജിയോസ്പേംസ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ് പിക്ചർ പ്ലാന്റ്. ഇവയെക്കുറിച്ച് വിക്ടർ ആൽബർട്ട് എന്ന ശാസ്ത്രജ്ഞൻ നിരവധി കാര്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇൻസെക്റ്റുകളെ ട്രാപ്പ് ചെയ്യാൻ പാകത്തിലുള്ള നെക്ടർ ഇത്തരം സസ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൂടാതെ ഇങ്ങനെയുള്ള കെണികളിൽ അകപ്പെടുന്ന പ്രാണികൾ രക്ഷപ്പെട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ചില വാക്സി സബ്സ്റ്റൻസും ഇവയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സാധാരണയായി ചെടികളിൽ കാണുന്ന ചില എൻസൈമുകൾക്ക് കൈറ്റിൻ എന്ന പോളിമർ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ എൻസൈമുകൾ സാധാരണ സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് അവരെ ബാധിക്കാനിടയുള്ള ഫംഗൽ ഇൻഫെക്ഷനുകൾക്ക് എതിരായിട്ടാണ്. എന്നാൽ ആൽബർട്ടിന്റെ കണ്ടെത്തലനുസരിച്ച് കാർണിവോറസ് പ്ലാന്റ്സ് ഈ എൻസൈമുകൾ ഉപയോഗിക്കുന്നത് അവർ ട്രാപ്പ് ചെയ്യുന്ന ഇൻസെക്റ്റുകളുടെ എക്സോസ്കെലട്ടനിലെ കൈറ്റിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുവഴി ഈ ഇൻസെക്റ്റിന്റെ നാശവും സംഭവിക്കുന്നു. എവല്യൂഷനിൽ വന്ന മാറ്റം അനുസരിച്ച് ഇത്തരം എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകൾ ഷേപ്പിലും സ്ട്രക്ചറിലും മാറ്റം വരുത്തി. ഇത് ഒരേ രീതിയിൽ പല സ്പീഷീസുകളിൽ കാണപ്പെടുന്നു. ഇൻസെക്റ്റുകളെ ട്രാപ്പ് ചെയ്യുന്ന രീതി പല പ്ലാന്റുകളിലും പല രീതിയിലാണ്. വീനസ് ഫ്ലൈട്രാപ്പ് എന്ന ചെടി ഇരയെ അകപ്പെടുത്തുകയാണെങ്കിൽ ബ്ലാഡർ വേർഡ്സ് ചെറിയ സക്ഷൻ കപ്പുകൾ ഉപയോഗിച്ച് ഇമ്മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇരയെ കൊല്ലുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് എന്നതൊഴിച്ചാൽ ഒട്ടുമിക്ക കാർണിവറസ് പ്ലാന്റുകളിലും അവയുടെ ഇലകളെ മോഡിഫൈ ചെയ്താണ് ട്രാപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് റെന്നർ എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് ഇവർ വേരുകളിൽ നിന്നും മാത്രമല്ല ഇലകളിൽ കൂടിയും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നു എന്നാണ്. അത് മാത്രമല്ല, വ്യത്യസ്തമായ ഇരകളിൽ നിന്ന് എന്ന പോലെ അവയെ ട്രാപ്പ് ചെയ്യുന്ന രീതികളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. കോ ഓപ്ഷൻ എന്ന് പറയുന്നത് എവല്യൂഷണറി ഇന്നോവേഷന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്ന ജീനുകൾക്ക് അധികവും പ്രത്യേക ഫംഗ്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവ പിന്നീട് അപ്രത്യക്ഷമാകുന്നു. എന്നാൽ ചില ഉപയോഗപ്രദമായ മ്യൂട്ടേഷനുകൾക്ക് വിധേയമാകുന്നു. അങ്ങനെ സംഭവിച്ച ഏതെങ്കിലും യൂസ്ഫുൾ മ്യൂട്ടേഷൻ ആകാം ഇന്നത്തെ കാർണിവറസ് പ്ലാന്റിന്റെ എവല്യൂഷന് കാരണമായത്. 2017 കെഞ്ചി ഫുകുഷിമ ആൽബർട്ടുമായി ജോയിൻ ചെയ്ത് സെഫലോട്ടസ് ഫോളിക്കുലാരിസ് എന്ന കാർണിവറസ് പ്ലാന്റിന്റെ ജീനോം സീക്വൻസിംഗ് ചെയ്തു.
അതുവഴി ഇത്തരം സസ്യങ്ങളുടെ ഇരപിടിയൻ സ്വഭാവമായി ബന്ധിപ്പിക്കുന്ന ജീനുകളെക്കുറിച്ചും അവർ ഇരകളെ ട്രാപ്പ് ചെയ്യുന്ന രീതികളെക്കുറിച്ചും ഈ ടീം കണ്ടെത്തി. പല സസ്യങ്ങളും പല രീതികൾ അവലംബിക്കുന്നുണ്ടെങ്കിലും ഇവയിലെല്ലാം ഇതിനെ സഹായിക്കുന്ന ജീനുകളിൽ കാര്യമായൊരു വ്യത്യാസം കണ്ടെത്താൻ അവർക്കായില്ല. ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഇന്നും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ചെടികളിൽ കാർണിവോറയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ശാസ്ത്രലോകത്തെ ഇത്തരം കൗതുകകരമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം വീഡിയോ ലൈക്കും ചെയ്യണം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.